മിണ്ടല്ല ഗൈസ് പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വൈകിട്ട് 6:30 ആവാൻ പോകുന്നു ഗൈസ്. എൻ്റെ പാർട്ട് 2 ആണ് ഇടുന്നത്. അപ്പം ഇത്ര ചപ്പാത്തി, ബീഫ് കറി, മീൻ കറി, സമൂസ, പഴംപൊരി അതുപോലെ തന്നെ ടാങ്കൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ 2 ബിസ്ക്കറ്റും പിങ്കോടെ ലേസ് എരിവുള്ളതാണ്, അതുകൊണ്ട് എനിക്കിഷ്ടമാണ്. എരിവില്ലാത്ത ഭയങ്കര ഇഷ്ടമാണ്, അത് മേടിക്കാൻ പറഞ്ഞപ്പോൾ എരിവുള്ളപ്പോൾ മേടിച്ചിട്ടുണ്ട്. എന്താ പറയാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ഇരുന്ന് ഗൈസ് ഇപ്പോൾ ബാങ്ക് വിളിക്കാൻ തുടങ്ങി ഗൈസ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ഗ്ലാസ് ഫുള്ളും ടാങ്കാണ് കുടിച്ചത്. നല്ല അടിപൊളി ടാങ്കായിരുന്നു. അതാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ബിസ്മില്ലാഹ് കുടിച്ചത്. സെക്കൻഡ് കുടിക്കുന്നത് വെള്ളമാണ്. അത് കഴിഞ്ഞിട്ട് വെള്ളമാണ് കേട്ടോ കുടിച്ചത്. കാരണം ഞാനിങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഗൈസ് ഞാൻ നോമ്പ് പിടിക്കുന്നത്. അപ്പം 30 നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇത് മെഹറാജിൻ്റെ നോമ്പല്ലേ, അതുകൊണ്ട് തന്നെ അത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് നേരെ തങ്ങളെ വീട്ടിൽ പോയിട്ടാണ് വീട്ടിൽ വന്നത് ഗൈസ്. നമ്മൾ അങ്ങനെയാണ് എപ്പോഴും. അപ്പം അത് കഴിഞ്ഞിട്ട് സമൂസയാണ് ഗൈസ് കഴിച്ചത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ദിവസം നോമ്പ് പിടിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ അത് നല്ല ക്ഷീണമായിരുന്നു ഗൈസ്. അതാണ് ഇത്ര ആക്രാന്തം എന്ന് പറയുന്നത്. അപ്പം നല്ല ക്ഷീണിച്ച് പോയി ഗൈസ്. തളർന്നാണ് വീട്ടിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബീഫ് കറിയും ചപ്പാത്തിയും കഴിച്ചിട്ടോ. ഒരു ചപ്പാത്തി കഴിച്ചുള്ളൂ. നാക്കിലെടുത്ത് വയ്ക്കുമ്പം ഒരു സ്വർഗൻ്റെ അടിപൊളി. പക്ഷേ അതിൻ്റെ എരി നമ്മളെ ചതിച്ച് ഗൈസ്. എരി എന്നെ ചതിച്ച് ഗൈസ്. അത് നമ്മൾ ക്യാമറയുടെ മുന്നിൽ കാണിക്കാത്തതാണ്, അല്ലെങ്കിൽ ഞാനിങ്ങ് ഇതായിപ്പോയില്ലേ ക്യാമറയുടെ മുന്നിൽ, നിങ്ങളെ മുന്നിൽ കാണിക്കാത്തതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനാണെങ്കിൽ ചപ്പാത്തി ഇങ്ങോട്ട് കഴിച്ചു. ഒരു ചപ്പാത്തി കഴിച്ചില്ല ഗൈസ്. എത്ര വിശന്നിരുന്നാലും ഒരു ചപ്പാത്തി കഴിക്കൂ ഗൈസ്. ഒരു ചപ്പാത്തി കഴിച്ചിട്ട് നിസ്കരിക്കാൻ പോയി ഗൈസ്. പിന്നെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നിസ്കരിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി ഗൈസ്.